ഇന്നലത്തെ കളിയുടെ കാര്യം പറയുമ്പം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ പ്രശ്നങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മത്സരം എന്നുകൂടി ഇന്നലത്തെ കളിയെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം നമ്മൾ ഉദ്ദേശിച്ചത്ര സ്ട്രോങ് ആണോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര എന്നുള്ളത് സംശയമാണ്. കാരണം മുംബൈ സിറ്റി എഫ് സിയുടെ താരങ്ങൾക്കെതിരെ അഴിഞ്ഞാടിയ ഡാനിഷ് ഫറൂഖിന്റെ നിഴലിനെ പോലും നമുക്ക് ഇന്നലെ പഞ്ചാബിനെതിരെ കാണാൻ പറ്റിയില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. നമുക്ക് റൈറ്റ് വിങ്ങിൽ വളരെ വലിയൊരു പോരായ്മയുണ്ട്. അവിടത്തേക്ക് ഒരു താരം വന്നില്ല എങ്കിൽ ഈ സീസണിൽ നമ്മളുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ പോളിസി ഈ ഒരു സാഹചര്യത്തിൽ വിമർശിക്കാതിരുന്നാൽ ഒട്ടും ശരിയാവത്തില്ല. കാരണം നമുക്ക് മതിയായ റീപ്ലേസ്മെന്റുകൾ ഇല്ലാതെ നമ്മുടെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ മറ്റുള്ള ക്ലബ്ബുകൾക്ക് വിറ്റ് കാശുണ്ടാക്കാൻ നിൽക്കുന്ന നടപടിയെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ റീപ്ലേസ്മെന്റ് പ്രോപ്പർ ആവാതെ താരങ്ങളെ വിറ്റഴിക്കുന്നതിന്റെ ഫലങ്ങൾ നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ കണ്ടിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു സംഗതി തന്നെയാണ്. പിന്നെ അമാവിയെ റൈറ്റ് വിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രമാത്രം വർക്കൗട്ട് ആവും എന്ന് നമ്മൾ കാണേണ്ടതാണ്. ഡാനിഷ് ഫറൂഖിന്റെ ആ ഒരു അപജയം എന്തായാലും വിപിൻ മോഹനൻ മടങ്ങി വരുമ്പോൾ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പിന്നെ മധ്യനിരയുടെ കെട്ടുറപ്പ് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പം നമ്മളുടെ എല്ലാ വീഡിയോയുടെയും മടിയിൽ ഒരു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകരുണ്ട്. എഡ്വിൻ വന്ന് കമന്റ് ചെയ്യാറുണ്ട്. ഞാൻ എല്ലാ കമന്റും വായിക്കാറുണ്ട് കേട്ടോ. അതിപ്പോൾ പച്ചത്തെറിയാണെങ്കിലും ഞാൻ വായിക്കാറുണ്ട്. അപ്പം എഡ്വിൻ ആ ഒരു മത്സരത്തിന് ശേഷം ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു കളിയും കൊണ്ടാണ് നിങ്ങളുടെ ടീം ഞങ്ങളുടെ ടീമിനെതിരെ വരുന്നതെങ്കിൽ ഒരു സംശയമില്ല, ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന്. പുള്ളി പറഞ്ഞത് ശരി തന്നെയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ മാത്രമല്ല, ഒഡീഷ എഫ് സി, മുംബൈ സിറ്റി തുടങ്ങിയ ടീമുകൾക്കെതിരെ നമ്മളുടെ ഈ മധ്യനിര ഇങ്ങനെ വീക്കായിട്ട് കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നം സങ്കീർണമാവും. പിന്നെ പ്രതിരോധ നിരയിലെ പ്രശ്നങ്ങൾ അവിടെ നിഴലിച്ച് കണ്ടിരുന്നു. മിലോസ് ഡ്രിങ്കിച്ച് ഒരു 25 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ഒരു 50 വയസ്സുകാരനെ പോലെയാണ് പലതവണയും പെരുമാറിയത്. പക്ഷെ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകം അഡ്രിയാൻ ലൂണയും പഴയ ഒരു ഇൻപുട്ട് കളിക്കളത്തിൽ കൊടുക്കുന്നില്ല. കാരണം ഇതിനെ അദ്ദേഹം ഒരു പ്രീ സീസൺ പോലെയൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കാം. സീസൺ തുടങ്ങുമ്പോൾ നമുക്ക് പഴയ ലൂണയെ കാണേണ്ടി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്നലെ കമൻറ്റർക്കിടയിൽ അഡ്രിയാൻ ലൂണയ്ക്ക് പുള്ളി എഡ്വിൻ ലൂണ എന്നായിരുന്നു പറഞ്ഞത്. അപ്പം പുള്ളിയും പറയുന്നുണ്ടായിരുന്നു അഡ്രിയാൻ ലൂണയെ പ്രായം ബാധിച്ചു തുടങ്ങിയോ എന്ന് കമൻറ്റേറ്റർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രായം ബാധിച്ചതൊന്നുമല്ല, ലൂണ കുറച്ച് അലസമായിട്ട് കളിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഡ്രിയാൻ ലൂണ ഒരു സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ISL തുടങ്ങുമ്പോഴത്തേക്കും സെറ്റായി വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ വളരെ നന്നായിട്ട് നമ്മുടെ പെപ്പറെ കളിക്കുന്നുണ്ട്. അദ്ദേഹം ഡമ്മി റണ്ണുകൾ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡമ്മി റണ്ണുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സ്ട്രൈക്കറും കൂടി വേണം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിപ്പം റൈറ്റ് വിങ്ങിലേക്ക് നല്ലൊരു താരത്തിന്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ സോംകുമാർ വർമ്മ എന്ന താരത്തിന്റെ പ്രകടനത്തിനെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. റൈറ്റ് വിങ്ങിലേക്ക് നല്ലൊരു താരം വേണം, അതൊരു പ്രശ്നം തന്നെയാണ്. മിലോസ് ഡ്രിങ്കിച്ചിന്റെ പോരായ്മ അലക്സാണ്ടറെ കൊയേഫ് വരുമ്പം പരിഹരിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. മിലോസ് ഒരു ബാക്കപ്പായി നിൽക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ പ്രകടനവും കൊണ്ട് എന്തായാലും ISL ഫസ്റ്റ് ചോയ്സ് ആവാൻ മിലോസിനെ കൊണ്ട് പറ്റില്ല. പിന്നെ മധ്യനിരയിലേക്ക് നോക്കുമ്പോൾ ഡാനിഷ് ഫറൂഖ് കഴിഞ്ഞ മത്സരത്തിൽ നിറം മങ്ങി. വിപിൻ മോഹനൻ വരുന്നതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഫ്രെഡി ലാലമാവി അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുമ്പം അഡ്രിയാൻ ലൂണയുടെ കാര്യം, ലൂണ ഇപ്പം മൈൽഡ് സ്റ്റേജിൽ കളിക്കുന്നുണ്ട് എന്ന് കരുതാം. പിന്നെ നോഹ സദോയി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ക്വാമി പെപ്പറെ അദ്ദേഹത്തിന്റെ മാക്സിമം പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് പോരാ. സോ നല്ലൊരു സ്ട്രൈക്കറും കൂടി വേണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലെ പ്രശ്നങ്ങൾ നിഴലിച്ച് കണ്ടു. പ്രതിരോധത്തിലെ ആശയക്കുഴപ്പങ്ങൾ നിഴലിച്ച് കണ്ടു. സ്ട്രൈക്കിംഗ് സോണിലെ പ്രശ്നങ്ങൾ മുഴച്ചു കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു മത്സരമാണ് എന്ന് പറയാം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ പരിശീലകനായിട്ടുള്ള മിഖായിൽ ഷെഹറയ്ക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. അദ്ദേഹം എങ്ങനെ ഇതിനെ നോക്കി കാണും എന്ന് കാത്തിരുന്ന് വിലയിരുത്താം.